എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല 2 റീയൂസ് ഐഡിയാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ബോക്സ് നമ്മൾ വീട്ടിൽ ഡിഷ് വാഷ് സോപ്പ് വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ റൗണ്ടിലുള്ള ബോക്സ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പഴയതിൻ്റെ ആ ഒരു കവറിലോട്ട് ഈ പുതിയ സോപ്പിനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബോക്സ് എടുക്കുക. അപ്പോൾ അതാണ് ഞാനിന്ന് റീയൂസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അത് വെച്ചിട്ട് ഈ ഒരു ഐഡിയയിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഭംഗിയിൽ നമുക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് പറ്റും. അപ്പോൾ ആ 2 ഐഡിയാസാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പുതിയ ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയത് വാങ്ങുമ്പോൾ ഞാനിതിൽ നിന്ന് ആ ഒരു സോപ്പിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ബോക്സില്ലേ, പഴയതിൻ്റെ ബോക്സ്, അതിലോട്ട് എടുത്ത് വെച്ചു. എന്നിട്ട് ഇത് ഫ്രീ ആക്കിയിട്ട് എടുത്തു. അപ്പോൾ പുതിയതാകുമ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് നല്ലതല്ലേ. നമ്മൾ ഉപയോഗിച്ചതാകുമ്പോൾ ആകെ മോശമായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടത് കുറച്ച് കല്ലുകളാണ്. മുറ്റത്ത് നിന്ന് കുറച്ച് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ചെറിയ കല്ലുകൾ പെറുക്കി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ ഇനിയും വാങ്ങിക്കാത്തവരാണെങ്കിൽ ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു കളറ് സെലക്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു കല്ലിനോട് മാച്ചാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഞാൻ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മൂടി ഒന്ന് എടുക്കാം. മൂടിയുടെ സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈസി ആയിട്ട് പെയിൻറ്റ് ചെയ്യാം. ഇതിപ്പോൾ സ്റ്റിക്കർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ അക്ഷരങ്ങൾ തെളിഞ്ഞു കാണും. അപ്പോൾ ഞാൻ കുറച്ച് ടിഷ്യൂ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് ഫെവിക്കോളും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പറിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കനം കുറഞ്ഞിട്ടുള്ള പേപ്പറുകളൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് ചുളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ടെക്സ്ചർ കിട്ടും. ഇതുണങ്ങുമ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. അതുപോലെ ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു പഴയ എലിഫൻറ്റിൻ്റെ ചെറിയ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടോയ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ടോയ്സ് ഒന്നും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവർ കളിച്ച് കളഞ്ഞിട്ടൊക്കെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ടോയ്സൊക്കെ ഇഷ്ടം പോലെ കാണും. ഉണ്ടെങ്കിൽ അതിലൊരെണ്ണം എടുക്കുക. നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗോൾഡൻ കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യണത് കേട്ടോ. ഇപ്പോൾ പെയിൻറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ എലിഫൻറ്റിന് കിട്ടിയത്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ആണെന്ന് തോന്നിയില്ലേ കണ്ടു കഴിഞ്ഞാൽ. കണ്ടില്ലേ. ഇനി നമുക്ക് കുറച്ചൊരു ഗമ്മ് ഈ എലിഫൻറ്റിൻ്റെ കാലുമേ ആക്കിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ടോയ്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു മൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും മതി. മൂടിക്കും അതുപോലെ പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതേ നമ്മുടെ എലിഫൻറ്റിനെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ ഒട്ടിച്ച കല്ല് പോലെ തന്നെ 4 എണ്ണം എടുത്തിട്ട് ഇതിൻ്റെ 4 സൈഡിലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ എടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളർ പെയിൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മൂടിയിലും അതുപോലെ ആ കല്ലിലൊക്കെ. ഞാൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ പെയിൻറ്റ് ഒരു വട്ടം ഒന്ന് ആക്കി കൊടുത്തു. അപ്പോൾ ശരിക്കൊരു മാച്ച് പോലെ വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നല്ലൊരു ഓർണമെൻറ്റ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ കമ്മലോ മാലയൊക്കെ ഊരിക്കഴിഞ്ഞാൽ ഇതിലിട്ട് വയ്ക്കുകയും ചെയ്യാം. പിന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയും ഉണ്ടാവും. കണ്ടില്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ഓർണമെൻറ്റ് ബോക്സ്? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ടേബിളിൽ വെച്ചാൽ നല്ലൊരു ഷോ പീസും ആയി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐഡിയയിലേക്ക് നോക്കാം അല്ലേ. അടുത്ത ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മച്ചിങ്ങേൻ്റെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ മുകളിലത്തെ ആ ഒരു ക്യാപ്പ് കുറച്ചിങ്ങനെ പൂ പോലെ ഉണ്ടാവില്ലേ ഏകദേശം, അതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് എടുക്കുക. ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സൂക്ഷിച്ചിട്ട് പതുക്കെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് പോരും. കുറച്ച് പറക്കി എടുക്കുക. അപ്പോൾ മച്ചിങ്ങ എന്നല്ല പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ, സംഭവം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് എടുക്കുക. പിന്നെ ഒരു മരത്തിൻ്റെ
കമ്പ് ഉണങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ ചാമ്പയ്ക്കയുടെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറ്റിയ ഒരു ഷേപ്പിനുള്ളത് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഒടിച്ചെടുക്കുക, എന്നിട്ടൊന്ന് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇതുപോലെ കുറച്ച് ബലത്തിലുള്ള ഉണങ്ങിയിട്ടുള്ള ഇലകൾ. അപ്പോൾ ഞാൻ എടുത്തത് സപ്പോട്ടയുടെ ഇലകളാണ്. കുറച്ചൊരു സ്ട്രോങ് ആണല്ലോ, ഒരുപാട് ഇങ്ങനെ ദ്രവിച്ച പോലത്തെ ഇലകൾ എടുക്കരുത്, കുറച്ചൊന്ന് ബലത്തിലുള്ള ഉണങ്ങിയിട്ടുള്ള ആ ഒരു മീഡിയം ലെവൽ ഉണങ്ങിയിട്ടുള്ള ഇലകൾ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചില ഇലകളൊക്കെ വല്ലാതെ വലുതാണ്, അപ്പോൾ ഒന്ന് സിസർ വെച്ച് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കയ്യിലുള്ള ഇല വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുത്താൽ മതി. ഒരുപാട് മച്ചിങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ 2 എണ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഇറക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് അധികം വേണം. എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല, എനിക്ക് കിട്ടിയില്ല നോക്കിയിട്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് ഫെവി ബോണ്ട് എന്നുള്ള ആ ഒരു ഗമ്മ് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വീഡിയോയിലാവുമ്പോൾ ബുദ്ധിമുട്ടാണ്, കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം ഓരോന്നും ഒട്ടാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ക്യാമറയും വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം തന്നെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഇലയും പൂവൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്ന് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഇലയ്ക്ക് പച്ച, പിന്നെ പൂവിൻ്റേതായ നിറങ്ങൾ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഗോൾഡൻ കളർ തന്നെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ചെയ്യുകയാണ്. അപ്പോൾ വേഗം തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അകത്ത് വെച്ച് ചെയ്താൽ ആകെ പെയിൻ്റ് ആവുന്നതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ പൂവും ഇലയൊക്കെ നല്ല മേക്കപ്പ് ഇട്ട് സുന്ദരിയായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങിയ ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തെർമോക്കോളിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇത് സ്റ്റിക്ക് ചെയ്യാം. തെർമോക്കോളിൻ്റെ ഉള്ളിലോട്ട് ആദ്യം നമുക്ക് ഈ സ്റ്റിക്കിനെ ഒന്ന് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ തെർമോക്കോളിൻ്റെ പീസ് ഈ ഒരു പാത്രത്തിനോട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഉറച്ചിരുന്നോളും. ഇപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കാണാതിരിക്കാൻ മുകളിലായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മുത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാല ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെന്നില്ല, നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ ചെറിയ കല്ലുകൾ എടുത്തിട്ട് അതൊന്ന് കളർ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചില്ലേ അതുപോലെ തന്നെ കളർ ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പല പല കളറ് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ താഴെയായിട്ട് ഈ പ്ലാന്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഐഡിയയും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഐഡിയയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മൾ അധികവും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെയിൻറ് ഉണ്ടെങ്കിൽ ആർക്കും ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് പുതുതായിട്ടാണെങ്കിൽ നിങ്ങൾക്കിതിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ആ ഒരു പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. എല്ലാം ഞാൻ കാണുന്നുണ്ട്, നന്നായിട്ടുണ്ട്. എല്ലാവരും ക്രാഫ്റ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ ക്രാഫ്റ്റൊക്കെ ചെയ്ത് നോക്കുന്ന കൊച്ചു കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഒരു ബിഗ് ഹായ് സ്പെഷ്യൽ ആയിട്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ പേര് ഞാൻ ഇപ്പോൾ ഒന്ന് വായിക്കാം. വീണ ഷൈൻ, അനുപമ, അപ്പോൾ രണ്ടാൾക്കും ഒരു ബിഗ് ഹായ്. സച്ചു, പിന്നെ അക്ഷയ അശോകൻ, രണ്ടാൾക്കും ഒരു ഹായ്. രേവതി ആൻഡ് കീർത്തന ഹായ്. ഹഫ്സിബ എൽദോസ്, സനാസ് വേൾഡ്, 2 പേർക്കും ഹായ്. ജിഷ്ണു MJ ആൻഡ് സഫീറ, 2 പേർക്കും ഹായ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഈ ഒരു സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. പിന്നെ ഞാൻ ഹായ് പറയാത്തവർ സങ്കടപ്പെടേണ്ട, അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ഒരു പിക്ചേഴ്സൊക്കെ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന അനന്യ മോൾ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ മോൾക്കൊരു ബിഗ് ഹായ് ഉണ്ട്. അതുപോലെ തന്നെ സുബിജ ബിജു എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സാണ്. ഇത് രണ്ടും അവരുടെ മോള് ചെയ്തതാണ്. അതുപോലെ തന്നെ അനഘ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോളുടെ പിക്ചേഴ്സാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ പിക്ചേഴ്സൊക്കെ അയച്ചതിന്.
പിക്ചേഴ്സ് എനിക്ക് അയച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നാൽ മതി, എനിക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്